നമസ്കാരം, ഗ്രാമീയ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. നടുറോഡിൽ വെച്ച് സ്കൂൾ വിദ്യാർത്ഥിയെ ഉപദ്രവിക്കാൻ ശ്രമിച്ച അന്യസംസ്ഥാന തൊഴിലാളിയെ പോലീസ് പിടികൂടി. മുറ്റിച്ചൂരിലെ നബിദിനാഘോഷം ഒഴിവാക്കി ആ തുക വയനാട്ടിലെ ദുരിതബാധിതർക്ക് നൽകും. കാണാമറയത്തെ കൂട്ടുകാർക്കായി അന്തിക്കാട് ഹൈസ്കൂളിലെയും KGM LP സ്കൂളിലെയും കുട്ടികൾ ശേഖരിച്ച പുസ്തകങ്ങളും കളിപ്പാട്ടങ്ങളുമായുള്ള വാഹനങ്ങൾ വയനാട്ടിലേക്ക്. വാർത്തകൾ വിശദമായി. സ്കൂൾ വിദ്യാർത്ഥിനിയെ നടുറോഡിൽ വെച്ച് ഉപദ്രവിക്കാൻ ശ്രമിച്ച അന്യസംസ്ഥാന തൊഴിലാളിയെ പോലീസ് പിടികൂടി. വെസ്റ്റ് ബംഗാൾ സ്വദേശി 52 വയസ്സുള്ള ശംഭുനാഥ് കർമ്മകാർ ആണ് പോലീസ് കസ്റ്റഡിയിലുള്ളത്. തൃപ്രയാർ കിഴക്കേ ടിപ്പു സുൽത്താൻ റോഡിൽ ടെലഫോൺ എക്സ്ചേഞ്ചിന് സമീപത്ത് വെച്ച് ചൊവ്വാഴ്ച രാവിലെ 9:30 സംഭവമുണ്ടായത്. റോഡിലൂടെ നടന്നു വരികയായിരുന്ന കുട്ടിയോട് ഇയാൾ അപമര്യാദയായി പെരുമാറുകയായിരുന്നു. വിദ്യാർത്ഥി ബഹളം വെച്ചതോടെ നാട്ടുകാർ ഓടിക്കൂടി ഇയാളെ തടഞ്ഞുവെച്ചു. തുടർന്ന് വലപ്പാട് പോലീസ് എത്തി പ്രതിയെ പിടികൂടുകയായിരുന്നു. മുറ്റിച്ചൂരിൽ ഇത്തവണ നബിദിനത്തിന് ആഘോഷ പരിപാടികളില്ല. ആ തുക വയനാട്ടിലെ ദുരിതബാധിതരുടെ പുനരധിവാസത്തിന് നൽകും. മുറ്റിച്ചൂർ മഹല്ല കമ്മിറ്റി ഇത്തവണത്തെ നബിദിനാഘോഷ പരിപാടികൾ ഉപേക്ഷിച്ചു. വയനാട് ദുരന്തത്തിന്റെ സാഹചര്യത്തിൽ മഹല്ലിൽ ഇത്തവണ നബിദിനത്തോടനുബന്ധിച്ച് നടത്തുന്ന റാലിയും മെഗാ ദഫ് ഉൾപ്പെടെയുള്ള ആഘോഷ പരിപാടികളുമാണ് വേണ്ടെന്ന് വെച്ചത്. എന്നാൽ മൗലീദ് പാരായണവും പ്രാർത്ഥനാ ചടങ്ങുകളും മാത്രം നടത്തും. ആഘോഷത്തിന് വേണ്ടി സമാഹരിക്കുന്ന തുക വയനാട്ടിലെ ദുരിതബാധിതരെ സഹായിക്കാനായി നൽകും. കഴിഞ്ഞ ദിവസം മുറ്റിച്ചൂർ സുബുലുൽ ഹുദ മദ്രസയിൽ ചേർന്ന മഹല്ല കമ്മിറ്റിയുടെയും നബിദിനാഘോഷ സംഘാടക സമിതിയുടെയും സംയുക്ത യോഗമാണ് ഇത്തരത്തിൽ തീരുമാനം കൈക്കൊണ്ടതെന്ന് മഹല്ല സെക്രട്ടറി TK മൻസൂർ, സത്താർ പുളിന്തറ പറമ്പിൽ, നബിദിനാഘോഷ കമ്മിറ്റി ചെയർമാൻ ഹബീബുള്ള മുറ്റിച്ചൂർ, കോർഡിനേറ്റർ ഉമ്മർ കാരണപ്പറമ്പിൽ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. നബിദിനാഘോഷ പരിപാടി ചുരുക്കി നടത്തുവാൻ തീരുമാനിച്ച വിവരം അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ പരിപാടിയിലേക്ക് ലഭിക്കുന്ന സംഖ്യകൾ തീർച്ചയായിട്ടും വളരെയധികം കഷ്ടപ്പെടുന്ന നിലാരംഭരായ ഒരുപാട് ആളുകൾ ആ പ്രദേശത്തുണ്ട്. അവരുടെ കൈകളിലേക്ക് അവർക്ക് എത്തിച്ചു കൊടുക്കാനുള്ള ഒരു നടപടിക്രമങ്ങളാണ് ഈ ആഘോഷ കമ്മിറ്റി തീരുമാനിച്ചിട്ടുള്ളത്. വയനാട്ടിലെ ദുരിതബാധിതരായ വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങളുമായി അന്തിക്കാട് ഹൈസ്കൂളിൽ നിന്ന് പുസ്തക വണ്ടി പുറപ്പെടുന്നു. പ്രകൃതി ദുരന്തത്തിൽ സർവ്വതും നഷ്ടപ്പെട്ട കുരുന്നുകളെ സഹായിക്കാൻ അന്തിക്കാട് ഹൈസ്കൂൾ ഒരുങ്ങിക്കഴിഞ്ഞു. അവർക്ക് ഭക്ഷണമോ വസ്ത്രമോ ആവശ്യത്തിന് ലഭ്യമാണെങ്കിലും പഠനോപകരണങ്ങളുടെ അപര്യാപ്തത കണ്ടറിഞ്ഞ് വയനാട്ടിലെ കുഞ്ഞുങ്ങൾക്കായി പഠനോപകരണങ്ങൾ വിദ്യാർത്ഥികൾ തന്നെ സ്വരൂപിച്ച് വയനാട്ടിലേക്ക് എത്തിക്കും. പുസ്തക വണ്ടിയുടെ ഉദ്ഘാടനം പത്മശ്രീ പെരുവനം കുട്ടന്മാരാർ നിർവഹിച്ചു. അവരുടെ ജീവിതം സുരക്ഷിതമായി കഴിച്ചിട്ട് ജീവിതം മുന്നോട്ടുപോകുന്ന നമ്മുടെ സഹോദരങ്ങൾക്ക് നാനാഭാഗത്തു നിന്നും സഹായ പുസ്തകങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നു. സർക്കാർ തലത്തിലും സംഘടനകളും വ്യക്തികളും എല്ലാം ഒന്നാണ് ഈ പ്രകൃതി ദുരന്തത്തെ അതിജീവിക്കാൻ ശ്രമിക്കുമ്പോൾ PTA പ്രസിഡന്റ് സജീഷ് മാധവൻ അധ്യക്ഷനായി. അന്തിക്കാട് BRC BPO ഡോക്ടർ ഉമാദേവി, അന്തിക്കാട് പത്മനാഭൻ, പ്രധാനാധ്യാപിക VR ഷില്ലി, NR പ്രിജി എന്നിവർ സംസാരിച്ചു. രക്ഷിതാക്കളുടെയും സ്റ്റാഫ് അംഗങ്ങളുടെയും നേതൃത്വത്തിൽ പുസ്തക വണ്ടി ബുധനാഴ്ച പുലർച്ചെ സ്കൂളിൽ നിന്നും പുറപ്പെടും. വയനാട് ദുരന്തമുഖത്തെ കാണാമറയത്തെ കൂട്ടുകാർക്കായി അന്തിക്കാട് KGM സ്കൂളിൽ നിന്ന് കളിപ്പാട്ട വണ്ടി പുറപ്പെട്ടു. അന്തിക്കാട് ഹൈസ്കൂളിലെ പ്രധാനാധ്യാപിക ഷില്ലി ടീച്ചർ ഫ്ലാഗ് ഓഫ് ചെയ്തു. സ്കൂളിലെ 645ഓളം കുട്ടികൾ 3 ദിവസം കൊണ്ടാണ് ഒരു വണ്ടി നിറയെ കളിപ്പാട്ടങ്ങൾ സമാഹരിച്ചത്. PTA പ്രസിഡന്റ് അഖില രാഗേഷ് അധ്യക്ഷയായി. അന്തിക്കാട് BPC ഡോക്ടർ ഉമാദേവി, MPTA പ്രസിഡന്റ് PA അജീഷ, പ്രധാനാധ്യാപകൻ ജോഷി D കൊള്ളന്നൂർ,
പ്രോഗ്രാം കൺവീനർ ഷിംജി ടീച്ചർ, PTA എക്സിക്യൂട്ടീവ് അംഗങ്ങളായ അന്തിക്കാട് സതീശൻ, ലിയോ, ഉണ്ണികൃഷ്ണൻ, ദേവി, അനൂപ്, രമ്യ, സലീഷ്, MPT അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു. ഏറ്റവും വലിയ കാര്യമാണ് മറ്റുള്ളവരുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നത്. കണ്ണാറക്കണ്ണനും കണ്ണാലായതെന്ന് പറയുന്നത് പോലെ നമ്മൾക്ക് ചെറിയ ഒരു കളിപ്പാട്ടം, അത് വയനാട്ടിലെ കുട്ടികൾക്ക് ഒരു രാത്രി കൊണ്ട് എല്ലാം നഷ്ടപ്പെട്ട കുഞ്ഞുമക്കൾ, ആരും ഇല്ലാത്ത കുട്ടികൾ ഏറെയുണ്ട് വയനാട്ടിൽ. അവരുടെ മാനസിക സ്ഥിതി ഇപ്പോൾ വളരെ മോശമായിരിക്കും. ആ സമയത്ത് ഈ ഒരു കൊച്ചു കളിപ്പാട്ടം അവർക്ക് വളരെയധികം ഉന്മേഷം നൽകും. ഇതിനു മുൻപും KGM സ്കൂളിൽ ഇത്തരം നല്ല പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ട്. അന്തിക്കാടിന് അഭിമാനമായി വീണ്ടും KGM സ്കൂൾ നമ്മുടെ വയനാട്ടിലേക്ക് ഇത്രയും കളിപ്പാട്ടങ്ങളുമായി 2 ദിവസം കൊണ്ട് കളക്ട് ചെയ്തതാണ് ഇത്രയധികം കളിപ്പാട്ടങ്ങൾ. അതുകൊണ്ട് വയനാട്ടിലേക്ക് പോകുന്നത് വളരെ നല്ലൊരു കാര്യമാണ്. ജലജീവൻ മിഷനുമായുള്ള കരാർ പൊതുജനങ്ങൾക്ക് മുന്നിൽ പ്രസിദ്ധപ്പെടുത്താൻ പഞ്ചായത്ത് പ്രസിഡന്റ് തയ്യാറാവണമെന്ന് സുനിൽ ലാലൂർ ആവശ്യപ്പെട്ടു. തകർന്ന റോഡുകളെല്ലാം മഴയ്ക്കു മുൻപ് പണി പൂർത്തീകരിക്കണമായിരുന്നു. റോഡ് പണിയുന്നത് അനന്തമായി നീട്ടിക്കൊണ്ടുപോയത് കരാറുകാരെ സഹായിക്കാൻ വേണ്ടി മാത്രമാണ്. റോഡ് പണി ഏറ്റെടുത്ത കരാറുകാരെ കൊണ്ട് കൃത്യസമയത്ത് പണി പൂർത്തീകരിപ്പിക്കാൻ പഞ്ചായത്ത് പ്രസിഡന്റ് മുന്നോട്ട് വരാത്തത് അവർ തമ്മിലുള്ള അന്തർധാരയുടെ ഭാഗമാണെന്നും അദ്ദേഹം പറഞ്ഞു. തളിക്കുളം മണ്ഡലം കോൺഗ്രസ് നടത്തിയ പത്താംകല്ല് ബീച്ച് റോഡ് ഉപരോധ സമരം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു സുനിൽ ലാലൂർ. ഇങ്ങനെ ഒളിച്ചിരുന്നുകൊണ്ട് പ്രിയപ്പെട്ട പ്രസിഡന്റ്, ജനങ്ങളുടെ മുന്നിൽ നിന്നും നിങ്ങൾക്ക് പിന്മാറിപ്പോകാൻ സാധ്യമല്ല. കഴിയുമെങ്കിൽ ഈ സ്ഥാനത്ത് നിന്ന് നിങ്ങൾ ഒഴിയണമെന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാൻ ഈ സമയത്ത് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. ഭരിക്കാൻ അറിയില്ലെങ്കിൽ ഒഴിഞ്ഞു പോകണം പ്രസിഡന്റ് എന്ന് ഞങ്ങൾ വീണ്ടും വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. എന്താണ് വിഷയം? നമ്മുടെ ഗ്രാമീണ റോഡുകളെല്ലാം തകർന്ന് തരിപ്പണമായി. ഈ ഗ്രാമീണ റോഡുകൾ തകർന്ന് തരിപ്പണമായത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ഇത് കേന്ദ്ര സർക്കാരിൻ്റെ ജലജീവൻ മിഷൻ എന്ന് പറയുന്ന പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഉണ്ടാക്കിയെടുത്തതിൻ്റെ ഭാഗമായിട്ടാണ് റോഡുകൾ തകർന്നത്. അപ്പോൾ ഈ റോഡ് തകർത്തത് ആരാണ്? കേന്ദ്ര സർക്കാരാണ് എന്ന് നമുക്ക് തോന്നും. പക്ഷേ ഇതിൻ്റെ പണം മുഴുവൻ 6.25 ലക്ഷം കോടി രൂപ ട്രഷറിയിൽ അടച്ച് പഞ്ചായത്തിൻ്റെ കയ്യിൽ ഈ പണമുണ്ട്. ഉപരോധ സമരത്തിൽ തളിക്കുളം മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് PS സുൽഫിക്കാർ അധ്യക്ഷനായി. രാധാകൃഷ്ണൻ, ഷൈജ കിഷോർ എന്നിവർ സംസാരിച്ചു. നാട്ടിക ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് PA ഷൗക്കത്ത് അലി, കോൺഗ്രസ് നേതാക്കളായ ഗഫൂർ തളിക്കുളം, ഹിറോഷ് ത്രിവേണി, രമേശ് ഐനിക്കാട്ട്, മുനീർ ഇടശ്ശേരി, AC പ്രസന്നൻ, AP ബിനോയ്, ഷമീർ മുഹമ്മദ് അലി, നീതു പ്രേംലാൽ, PK അബ്ദുൽ ഖാദർ, ലിൻഡ സുഭാഷ് ചന്ദ്രൻ, സുമന ജോഷി, GJ രാധാകൃഷ്ണൻ, ഷൈജ കിഷോർ എന്നിവർ സംസാരിച്ചു. വില്ലേജ് ഓഫീസ് മുൻവശത്തു നിന്ന് ആരംഭിച്ച പ്രതിഷേധ പ്രകടനത്തിന് കോൺഗ്രസ് മണ്ഡലം ഭാരവാഹികളായ KT കുട്ടൻ, KA ഫൈസൽ, ഷീജ രാമചന്ദ്രൻ, UA ഉണ്ണികൃഷ്ണൻ, AP രത്നാകരൻ, മദനൻ വാലത്ത്, KA മുജീബ്, താജുദ്ദീൻ കല്ലറക്കൽ, PD ജയപ്രകാശ്, സിന്ധു സന്തോഷ്, N മദനമോഹനൻ, AT നേന എന്നിവർ നേതൃത്വം നൽകി. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയന്റെ വടനപ്പള്ളി യൂണിറ്റ് കൺവെൻഷനും നവാഗതരെ സ്വീകരിക്കലും നടന്നു. തളിക്കുളം ബ്ലോക്ക് പെൻഷൻ ഭവനിൽ നടന്ന കൺവെൻഷൻ KSSPU ജില്ലാ പ്രസിഡന്റ് EV ദശരഥൻ ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് KG വിജയലക്ഷ്മി അധ്യക്ഷയായി. KSSPU തളിക്കുളം ബ്ലോക്ക് പ്രസിഡന്റ് പ്രൊഫസർ MV മധു നവാഗതരെ സ്വീകരിച്ചു. ബ്ലോക്ക് സെക്രട്ടറി BN ജയാനന്ദൻ, ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് KN വിമല, യൂണിറ്റ് സെക്രട്ടറി NK ലോഹിതാക്ഷൻ, യൂണിറ്റ് രക്ഷാധികാരി K പ്രഭാകരൻ പിള്ള, യൂണിറ്റ് ട്രഷറർ AM അബ്ദുൽ ജലാൽ, P പങ്കജം എന്നിവർ സംസാരിച്ചു. സംസ്ഥാന കമ്മിറ്റിയുടെ നിർദ്ദേശാനുസരണം നമ്മുടെ സംസ്ഥാന സമ്മേളനം കഴിഞ്ഞാൽ അടുത്ത മാസം തന്നെ നമ്മുടെ ജില്ലയിലെ എല്ലാ യൂണിറ്റുകളുടെയും കൺവെൻഷൻ നടത്തണം എന്ന നിർദ്ദേശം ലഭിക്കും. അപ്പോൾ നമുക്കറിയാം, സംസ്ഥാന സമ്മേളനം ഇപ്രാവശ്യം വളരെ നീണ്ടുപോയിട്ടാണ് സമ്മേളനം നടന്നത്. സാധാരണഗതിയിൽ ഏപ്രിൽ മാസത്തിലാണ് നമ്മുടെ സംസ്ഥാന സമ്മേളനം നടക്കാറുള്ളത്. ഒരു പ്രത്യേക സാഹചര്യത്തിൽ, കാരണം സംസ്ഥാന സമ്മേളനം നടന്നത് കൊല്ലത്ത് വെച്ചാണ്.
വയനാട് ദുരിതബാധിത ഫണ്ടിലേക്ക് കേരള ഗ്രന്ഥശാല സംഘം നൽകുന്ന സഹായ നിധിയിലേക്ക് തളിക്കുളം പബ്ലിക് ലൈബ്രറി സമാഹരിച്ച തുക കൈമാറി. ചാവക്കാട് താലൂക്ക് ലൈബ്രറി കൗൺസിലിൽ സെക്രട്ടറി കെ എ വിശ്വംഭരൻ മാസ്റ്റർ തളിക്കുളം പബ്ലിക് ലൈബ്രറി ട്രഷറർ സജു ഹരിദാസിൽ നിന്ന് തുക ഏറ്റുവാങ്ങി. തളിക്കുളം പബ്ലിക് ലൈബ്രറി സെക്രട്ടറി ഗഫൂർ തളിക്കുളം, വൈസ് പ്രസിഡന്റ് എൻ മദനമോഹനൻ മാസ്റ്റർ, ജോയിന്റ് സെക്രട്ടറി ഗീതാ വിനോദൻ, ഷീജ രാമചന്ദ്രൻ, കെ ജെ സുനിൽ, ശശി വല്ലത്ത്, പ്രിയ പത്മരാജ്, വാസൻ കോഴിപ്പറമ്പിൽ എന്നിവർ സംസാരിച്ചു. അതിൻ്റെ ഭാഗമായി തൃശ്ശൂർ ജില്ലാ ലൈബ്രറി കൗൺസിൽ ഈ ദുരന്തബാധിതരായ ആളുകൾക്ക് ഒരു വീട് നിർമ്മിച്ചു കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഉള്ള ചാവക്കാട് താലൂക്കിലെ തളിക്കുളം പബ്ലിക് ലൈബ്രറി അതിന് വിഹിതം നൽകുന്ന ചടങ്ങാണ് ഇവിടെ നടന്നത്. തീർച്ചയായും ദുരന്തബാധിതരായ ആളുകളെ ചേർത്ത് പിടിക്കുക എന്ന സമീപനമാണ് ലൈബ്രറി പ്രസ്ഥാനം സ്വീകരിച്ചിട്ടുള്ളത്. ഇടവേള. അർച്ചന സിൽക്സിൽ തകർപ്പൻ ആടി സെയിൽ. വിചിത്ര പ്ലെയിൻ സിൽക്ക് സാരി 195 രൂപ മാത്രം. ബ്ലൂമിംഗ് പ്ലെയിൻ സാരി 350 രൂപ മാത്രം. ചുരിദാർ മെറ്റീരിയൽ 245 രൂപ. റയോൺ 3 പീസ് സെറ്റ് 345 രൂപ. കോട്ടൺ നൈറ്റികൾ 99 മുതൽ. ടോപ്പുകൾ 100 രൂപ. ഫാമിലി കോട്ട് ബെഡ്ഷീറ്റ് 155 രൂപ മുതൽ. ജഗിങ്സ് 89 രൂപ മുതൽ. അജ്രക് കോട്ടൺ ടോപ്പുകൾ 250 രൂപ. ഗാർഡൻ ഷിഫോൺ സാരികൾ 195 രൂപ. ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ഇല്ല. അർച്ചന സിൽക്സിൽ ആടി തള്ളുപടി. ഇപ്പോൾ പർച്ചേസ് ചെയ്യൂ, ഓണം കെങ്കേമമാക്കൂ. തീരദേശത്തിന്റെ വസ്ത്രവിസ്മയം അർച്ചന സിൽക്സിൽ ആടി പെരുമഴ. മികവുറ്റ സ്റ്റാഫുകളുടെ ഹൃദ്യമായ സേവനം. പർച്ചേസ് ചെയ്യൂ അമ്പരപ്പിക്കുന്ന വിലക്കുറവിൽ ആടി സെയിലിലൂടെ. അർച്ചന സിൽക്സ് തൃപ്രയാർ. അർച്ചന സിൽക്സ് ആൻഡ് സാരീസ് വാടാനപ്പള്ളി. ചോക്കോ സ്ട്രീറ്റ് മാർക്കറ്റിൽ ലഭ്യമായ ലോകോത്തര നിലവാരമുള്ള ചോക്ലേറ്റുകൾ, ഇമ്പോർട്ടഡ് ഡ്രൈ ഫ്രൂട്ട്സുകൾ, ഇമ്പോർട്ടഡ് നട്ട്സുകൾ, ആകർഷകമായ ഗിഫ്റ്റ് ഹാമറുകളുടെയും ഗിഫ്റ്റ് ബോക്സുകളുടെയും വലിയ ശേഖരം. കൂടാതെ ഗിഫ്റ്റ് മെറ്റീരിയലുകളും ലഭ്യമാണ്. നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന ചോക്ലേറ്റുകൾ കൊണ്ട് ഗിഫ്റ്റ് ഹാമറുകൾ സെറ്റ് ചെയ്ത് നൽകുന്നു. ഹോം ഡെലിവറിയും ലഭ്യമാണ്. ചോക്കോ സ്ട്രീറ്റ്, ചിലങ്ക പെട്രോൾ പമ്പിന് എതിർവശം, വാടാനപ്പള്ളി. ഓർഡറുകൾക്ക് വിളിക്കുക 9207093681. ചേട്ടനെവിടെ? അത് പിന്നെ രാവിലെ അമ്പലത്തിൽ പോണെന്ന് കരുതി പിന്നെ ഇങ്ങോട്ട്. എന്നിട്ടാണോ ഇവിടെ? എനിക്ക് മനസ്സിലായി. കുറച്ച് ദിവസം ഞാൻ ശ്രദ്ധിക്കുന്നു. മുഖത്ത് മിനുമിനുപ്പും പളവളപ്പും. അപ്പൊ ഇതായിരുന്നു പരിപാടിയല്ലേ? അതോ സ്പർശ ആയുർവേദിക് ക്ലിനിക്കിന്റെ നാച്ചുറൽ ട്രീറ്റ്മെന്റ്. ഇപ്പൊ എന്നെ കണ്ടില്ലേ, കൂടുതൽ സുന്ദരനായില്ലേ? അല്ല, നീ എന്താ ഇവിടെ? ഞാനും. എന്തോന്ന്? സ്പർശ. ആഹാ. തൃപ്രയാറിന്റെ മുഖസൗന്ദര്യത്തിന് മാറ്റുകൂട്ടുവാൻ അത്യാധുനിക ടെക്നോളജിയുടെ സഹായത്തോടെ ഡോക്ടർ ഷെൽവി കെ ശ്രീജിത്തിന്റെ നേതൃത്വത്തിലുള്ള കോസ്മെറ്റോളജി ക്ലിനിക് സ്പർശ ലക്ഷറി ആയുർവേദ ക്ലിനിക്, യൂണിസെക്സ് സലൂൺ ആൻഡ് സ്പാ, ഈസ്തെറ്റിക് ക്ലിനിക് ആൻഡ് ലേസർ ട്രീറ്റ്മെന്റ്. സൗത്ത് പെട്രോൾ പമ്പിന് സമീപം, തൃപ്രയാർ. നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട്. ഞങ്ങളുടെ സ്വർണത്തിനും. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയാർ. സ്വർണത്തിന്റെ സത്യം. വാർത്തകൾ തുടരുന്നു. പെരിഞ്ഞനം RMVHS സ്കൂളിൽ തെരഞ്ഞെടുപ്പ് നടന്നു. വിദ്യാർത്ഥികൾക്കിടയിൽ ജനാധിപത്യ ബോധവും തെരഞ്ഞെടുപ്പ് പ്രക്രിയയെപ്പറ്റി അവബോധവും സൃഷ്ടിക്കാനാണ് ഇത്തരത്തിൽ എല്ലാ ചട്ടവട്ടങ്ങളും പാലിച്ച് ബാലറ്റ് ഉപയോഗിച്ചുള്ള തെരഞ്ഞെടുപ്പ് നടത്തിയതെന്ന് പ്രധാനാധ്യാപിക ബി ബീബ പറഞ്ഞു. പെരിഞ്ഞനം RMVHS വെച്ച് നടക്കുന്ന സ്കൂൾ പാർലമെന്റ് ഇലക്ഷനാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. നമ്മുടെ വിദ്യാലയത്തിലെ SS വിഭാഗം മേധാവിയായ ജിജി ടീച്ചറും മറ്റ് സഹപ്രവർത്തകരും കൂട്ടായ്മയോടെയാണ് നമ്മുടെ ഇലക്ഷൻ ഇന്നിവിടെ സ്കൂളിൽ നടക്കുന്നത്. ഈ അധ്യയന വർഷത്തിലെ സ്കൂൾ പാർലമെന്റ് ഇലക്ഷനാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. കുട്ടികളെല്ലാവരും വളരെ സന്തോഷകരമായിട്ട് വോട്ട് ചെയ്ത് പണികൊണ്ടിരിക്കുകയാണ്. അവർ തിരഞ്ഞെടുപ്പ് എന്താണെന്നും അതിൻ്റെ വിവിധ ഘട്ടങ്ങൾ ഏതൊക്കെയാണെന്നും
ആ പ്രോസസ്സിലൂടെ കടന്നു പോകുമ്പോഴാണ് തിരിച്ചറിയുന്നത്. അതുപോലെ തന്നെ എല്ലാ കുട്ടികളും കൂടെ തന്നെ പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികൾക്ക് കൂടി ഈ ഇലക്ഷൻ്റെ എല്ലാ ഘട്ടങ്ങളും മനസ്സിലാക്കാനും അതെന്താണെന്ന് അവർക്ക് ചെയ്ത് കാണിക്കാനും കൂടി ഈ ഇലക്ഷൻ ഉപയോഗപ്പെടുത്തിയതിൽ വളരെ സന്തോഷം. സാമൂഹ്യശാസ്ത്ര വിഭാഗം മേധാവി KB ജിജി ഭരണാധികാരിയായ തെരഞ്ഞെടുപ്പിൽ പ്രിസൈഡിംഗ്, പോളിംഗ്, കൗണ്ടിംഗ് ഉദ്യോഗസ്ഥരായി പ്രവർത്തിച്ചത് സ്കൂളിലെ വിദ്യാർത്ഥികൾ തന്നെയായിരുന്നു. സ്കൂൾ IT കോർഡിനേറ്റർ PN സുപ്രിയയുടെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾ വിബ്ജിയോർ എന്ന സ്കൂൾ ചാനലിലൂടെ തെരഞ്ഞെടുപ്പ് റിപ്പോർട്ടിംഗും നടത്തി. PTA പ്രസിഡന്റ് KK നാസർ, മുൻ സാമൂഹ്യശാസ്ത്ര അധ്യാപിക VG അംബിക, മതിലകം BRCയിലെ സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ TA തസ്നി എന്നിവർ തെരഞ്ഞെടുപ്പ് നിരീക്ഷകരായി പ്രവർത്തിച്ചു. തെരഞ്ഞെടുപ്പിൽ 10ാം ക്ലാസ് വിദ്യാർത്ഥിനിയായ CR ആരതി 261 വോട്ടുകൾ നേടി 126 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു. സാമൂഹ്യശാസ്ത്ര വിഭാഗം അധ്യാപകരായ M ബിന്ദു, MJ സിന്ധു, MB ഹേമ, ഗിരീഷ് സുകുമാരൻ, PJ ബീന, VC ശ്രുതി എന്നിവർ നേതൃത്വം നൽകി. കാട്ടൂർ സർവീസ് സഹകരണ ബാങ്ക്, നീതി ആയുർവേദ ഫാർമസിയും തൈക്കാട്ടുശ്ശേരി വൈദ്യരത്നം ഔഷധശാലയുടെയും ആഭിമുഖ്യത്തിൽ ആയുർവേദം പുണ്യം കർക്കിടക ചികിത്സ അതിപുണ്യം പദ്ധതിയുടെ ഭാഗമായി ബാങ്കിലെ ഇടപാടുകാർക്കും മെമ്പർമാർക്കുമായി സൗജന്യ ആയുർവേദ ക്യാമ്പും സൗജന്യ ഔഷധകഞ്ഞി വിതരണവും നടത്തി. ക്യാമ്പിന്റെ ഉദ്ഘാടനം റിട്ടയർഡ് DMO ഡോക്ടർ PR പ്രേംലാൽ നിർവഹിച്ചു. ബാങ്ക് പ്രസിഡന്റ് ജോമോൻ വലിയ വീട്ടിൽ അധ്യക്ഷനായി. ഡോക്ടർ NR ജോഷി, ഡോക്ടർ K രജിത, ഡോക്ടർ ജയ പ്രേം സായി, ഡോക്ടർ കൃഷ്ണേന്ദു, ഡോക്ടർ ഭുവന ബാലകൃഷ്ണൻ എന്നിവർ രോഗികളെ പരിശോധിച്ചു. ബാങ്ക് ഭരണസമിതി അംഗങ്ങളായ MI അഷ്റഫ്, MJ റാഫി, മധുജ ഹരിദാസ്, PP ആന്റണി, EL ജോസ്, KB ബൈജു, മുഹമ്മദ് ഇക്ബാൽ, ഷെറിൻ തേർമടം, രാജേഷ് കാട്ടിക്കോവിൽ, സ്മിത മനോജ്, ബാങ്ക് വൈസ് പ്രസിഡന്റ് പ്രമീള അശോകൻ, TV വിജയകുമാർ എന്നിവർ സംസാരിച്ചു. വടനപ്പള്ളി സെയിന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് RCUP സ്കൂളിന്റെ പുതിയ കെട്ടിടത്തിന്റെ ആശീർവാദം തൃശൂർ അതിരൂപത സഹായ മെത്രാൻ മാർ ടോണി നീലങ്കാവിൽ നിർവഹിച്ചു. വാടാനപ്പള്ളി സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് ദേവാലയത്തിൽ ഞായറാഴ്ച രാവിലെ 6:30 നടന്ന ദിവ്യബലിക്ക് മാർ ടോണി നീലങ്കാവിൽ നേതൃത്വം നൽകി. തുടർന്ന് ആശീർവാദം നടന്നു. നമുക്ക് പ്രത്യേകമായിട്ട് ഓർക്കാം. എൻ്റെ പെങ്ങളിവിടെ പഠിപ്പിച്ചിരുന്നതാണ്, അതുകൊണ്ട് ആ ഓർമ്മയും എനിക്കുണ്ട്. നമ്മുടെ മക്കള് രുചിയുള്ള മക്കളായിട്ട് മാറണം. ഉപ്പ് ഉറകെട്ട് പോയാൽ എന്ത് ഫലം? ഉപ്പ് കെമിസ്ട്രി പഠിക്കുന്നവരോട് ചോദിക്കട്ടെ, ഉപ്പല്ലാണ്ടാവോ? ഇല്ല, ഉപ്പുണ്ട്. പക്ഷേ അതിൻ്റെ ഉറകെട്ട് പോകുന്നതിൻ്റെ ശാസ്ത്രം പറയുന്നത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, അതിനൊരു ആവരണം ഉണ്ടാകുന്നതാണെന്നാണ് പറയുന്നത്. അത് ശരിക്കും അതിൻ്റെ ഉപ്പിൻ്റേതായിട്ടുള്ള ആ ഗുണങ്ങളോടെ ആയിരിക്കാൻ സാധിക്കാത്ത അവസ്ഥയാണ്. നമ്മുടെ മക്കളിന്ന് ജീവിക്കുന്ന സമൂഹത്തിൽ നിന്ന് അങ്ങനെ പലതും അവരുടെ ജീവിതത്തിലേക്ക് അടിഞ്ഞുകൂടാനിടയുണ്ട്. അതുകൊണ്ട് അവയെല്ലാം വൃത്തിയാക്കി ശുചിയാക്കി നിരന്തരം കർത്താവിൻ്റെ രുചിയുള്ള ഉപ്പായിട്ട് നമ്മുടെ മക്കൾ തീരാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് ദേവാലയ വികാരിയും സ്കൂൾ മാനേജറുമായ ഫാദർ അഡ്വക്കേറ്റ് ഏബിൾ ചിറമേൽ, ഡീക്കൻ ക്ലിന്റ് പാണങ്ങാടൻ എന്നിവർ സഹകാർമ്മികരായി. പ്രധാന അധ്യാപകൻ ഷാജി ജോർജ്, അധ്യാപകർ, ഇടവക അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു. 3 നിലകളായി പണി കഴിപ്പിച്ചിരിക്കുന്ന പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണം 4 മാസം കൊണ്ടാണ് പൂർത്തീകരിച്ചത്. പള്ളി ട്രസ്റ്റിമാരായ CA ലോനപ്പൻ, KF ജോസഫ്, CA സോളമൻ, കൺവീനർ CA ജോസ് എന്നിവർ നേതൃത്വം നൽകി. വയനാട് ദുരന്ത സഹായ നിധിയിലേക്ക് കേരള വ്യാപാര വ്യവസായ ഏകോപന സമിതി കണ്ടശാങ്കടവ് യൂണിറ്റ് 80,000 രൂപ നൽകി. വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ സെക്രട്ടറിയും മണലൂർ മണ്ഡലം ചെയർമാനുമായ CL റാഫേലിന് യൂണിറ്റ് പ്രസിഡന്റ് ജോയ്മോൻ പള്ളിക്കുന്നത്ത്, ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം വർഗീസ് P ചാക്കോ, ട്രഷറർ P സുരാജ് എന്നിവരുടെ സാന്നിധ്യത്തിൽ ചെക്ക് കൈമാറി. വൈസ് പ്രസിഡന്റ് പ്രവീൺജിത്ത് കൊണ്ട്രപ്പശ്ശേരി, TD ജോവി, വർഗീസ് കോങ്കണ്ടത്ത് എന്നിവർ സംസാരിച്ചു. കണ്ടശാങ്കടവ് PJM SG LP സ്കൂൾ വിദ്യാർത്ഥിയായ നീലോവന നാജിയാത്ത് അനീഷ് തന്റെ കൊച്ചു സമ്പാദ്യം വയനാട്ടിലെ ദുരന്തബാധിതർക്കായി നൽകി.
മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കുള്ള സംഭാവന PTA പ്രസിഡന്റ് P. അനീഷ, MPTA പ്രസിഡന്റ് സ്വാതി മനീഷ് എന്നിവരുടെയും വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും നേതൃത്വത്തിൽ പ്രധാന അധ്യാപകൻ അജിത് കുമാറിന് കൈമാറി. ഇതിനെല്ലാം പങ്കെത്തിച്ചേർന്നിട്ടുള്ള എല്ലാ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും ചാനൽ പ്രതിനിധികൾക്കും PTA പ്രസിഡന്റിനും MPTA പ്രസിഡന്റിനും കേരള സംസ്ഥാന വ്യാപാര വ്യവസായ സമിതി മണലൂർ ഏരിയ കമ്മിറ്റി വയനാട് ദുരിതാശ്വാസ ഫണ്ടായി ലഭിച്ച 1,04,092 രൂപ ഏരിയ സെക്രട്ടറി KL ജോസ്, പ്രസിഡന്റ് ലതീഷ് നാരായണൻ എന്നിവർ, ജില്ലാ സെക്രട്ടറി മിൽട്ടൺ J. തലക്കോട്ടൂർ, ജില്ലാ ട്രഷറർ ജോയ് പ്ലാശ്ശേരി എന്നിവർക്ക് കൈമാറി. മണപ്പുറം ഗീതാരവി പബ്ലിക് സ്കൂളിൽ 2 ദിവസങ്ങളായി നടന്നു വന്നിരുന്ന പ്രണിധി സ്കൂൾ കലോത്സവത്തിന് സമാപനമായി. സ്കൂൾ പ്രിൻസിപ്പാൾ മിന്റു P. മാത്യു, സ്കൂൾ അഡ്മിനിസ്ട്രേറ്റർ അതുല്യ സുരേഷ്, സീനിയർ അധ്യാപിക രജനി P, മറ്റധ്യാപകർ എന്നിവർ നേതൃത്വം നൽകി. സമാപന ദിവസം സിനിമാറ്റിക് ഡാൻസ്, ക്യൂട്ടസ്റ്റ് സ്മൈൽ, ഫാൻസി ഡ്രസ്, ആങ്കറിംഗ്, ആക്ഷൻ സോങ്, സ്റ്റോറി ടെല്ലിംഗ് എന്നീ മത്സരങ്ങൾ നടന്നു. ചെമാപ്പള്ളി വടക്കുമുറി വിയത്ത് ശങ്കരനാരായണൻ ഭാര്യ പുഷ്പാവതി അന്തരിച്ചു. 83 വയസ്സായിരുന്നു. മക്കൾ മുരളി, അനിൽ, മരുമക്കൾ സിന്ധു, രശ്മി. പ്രധാന വാർത്തകൾ വീണ്ടും. നടുറോഡിൽ വെച്ച് സ്കൂൾ വിദ്യാർത്ഥിയെ ഉപദ്രവിക്കാൻ ശ്രമിച്ച അന്യസംസ്ഥാന തൊഴിലാളിയെ പോലീസ് പിടികൂടി. മുറ്റിച്ചൂരിലെ നബിദിനാഘോഷം ഒഴിവാക്കി ആ തുക വയനാട്ടിലെ ദുരിതബാധിതർക്ക് നൽകും. കാണാമറയത്തെ കൂട്ടുകാർക്കായി അന്തിക്കാട് ഹൈസ്കൂളിലെയും KGM LP സ്കൂളിലെയും കുട്ടികൾ ശേഖരിച്ച പുസ്തകങ്ങളും കളിപ്പാട്ടങ്ങളുമായുള്ള വാഹനങ്ങൾ വയനാട്ടിലേക്ക്. ഇതോടെ വാർത്തകൾ സമാപിച്ചു. നമസ്കാരം.